നേമം നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി KS ശബരിനാഥ് ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. നേമം മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ വളരെ വേഗത്തിൽ തന്നെ പ്രചാരണമെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് നേമത്തിലെ ജനങ്ങൾ പ്രതികരിക്കുന്നത്? നന്നായിട്ട് പോകുന്നുണ്ട്. ഞാൻ ഇന്നലെ ഉണ്ടായിരുന്ന ബൈക്ക് റാലി മുതൽ അതിനുശേഷം പോകുന്ന പൊതുപരിപാടികൾ, ഇന്ന് ചെറിയ പെരുന്നാൾ ദിവസം പള്ളികളിലൊക്കെ പോകുമ്പോൾ വളരെ നല്ല ഒരു റിസപ്ഷൻ ഉണ്ട്. ഈ വെളിയിൽ നോക്കുമ്പോൾ നേമം മറ്റാരുടെ കൊട്ടകയാണ് അല്ലെങ്കിൽ BJP സ്ഥലമാണെന്ന് തോന്നുന്നു. ശരിക്കും നേമം യഥാർത്ഥമായിട്ട് അതല്ല. വളരെ മതനിരപേക്ഷരായി എല്ലാവരും ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഇന്ന് തന്നെ ഞാൻ മണക്കാട് പള്ളിയിൽ രാവിലെ പോയതിനു ശേഷം അവിടെ നിന്ന് രാവിലെ നിസ്കാരം കഴിഞ്ഞ് വരുന്ന ആളുകൾക്ക് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലെ ആ ക്ലബ്ബിലുള്ള കുട്ടികൾ പായസം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊക്കെയാണ് നിയമം, അല്ലാതെ BJPക്കാർ പ്രചരിപ്പിക്കുന്ന നിയമമല്ല. എന്താണ് യഥാർത്ഥ നിയമം എന്നുള്ളത് ഈ കേരളത്തെയും ലോകത്തെയും കൂടെ പഠിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്യമത്തിലൂടെയാണ് എന്നോട് ഈ ഒരു ദൗത്യം ഏൽപ്പിച്ചപ്പോൾ ഞാൻ തയ്യാറായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത്തവണ നിയമം തിരുത്തും. UDFിലൂടെ നിയമത്തിൻ്റെ ശരിയായിട്ടുള്ള നിറം എന്താണെന്നുള്ളത് ജനങ്ങൾ മനസ്സിലാകും. അപ്പോൾ വിജയപ്രതീക്ഷ എത്രത്തോളം ആണ്? 100% വിജയപ്രതീക്ഷയൊക്കെ ഉണ്ട്. കേൾക്കുന്ന ആളുകൾ തോന്നും കണക്കുകൾ അങ്ങനെ അല്ലല്ലോ. കണക്കുകളിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് പഠിച്ചുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ലവരായിട്ടുള്ള ജനങ്ങൾ, ഇവിടെയുള്ള എല്ലാ ആളുകളും വികസനത്തിന് വേണ്ടി, മതമൈത്രിക്ക് വേണ്ടി, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി, അതോടൊപ്പം നമ്മുടെ കുട്ടികൾക്ക് ജീവിക്കാൻ കഴിയുന്ന, ഭാവിയിൽ ജോലി കിട്ടാൻ കഴിയുന്ന സംവിധാനത്തിനൊക്കെ UDF വരണമെന്ന് ആഗ്രഹിക്കുന്നു. അത് ഈ മണ്ണ് UDFിൻ്റെ മുഖ്യമന്ത്രി ഉണ്ടാകും. അതിന് കൈ ഉയർത്തുവാൻ വേണ്ടി ഒരു നേമത്തിൽ നിന്നുള്ള UDF MLA ഉണ്ടാകും. LDFിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ ശിവൻകുട്ടി അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഇതിനു മുമ്പും ഇതിനേക്കാൾ ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു K മുരളീധരൻ, എന്നിട്ടും ജയിച്ചില്ല, ഇത് വലിയ കാര്യമില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ്? അല്ല, ഞാനിപ്പോൾ ശ്രീ ശിവൻകുട്ടി വെച്ച് അങ്ങനെ പറയില്ല. കാരണം ഞാൻ സ്കൂളിലായി ഈ പ്രായമുള്ളപ്പം ഞാൻ സ്കൂൾ ബസ്സിൽ പോകുമ്പം അന്ന് മേയറായിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ ബഹുമാനത്തോടെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോട് എനിക്ക് എതിർ നിലപാടുണ്ട്. അദ്ദേഹം എടുത്ത നിലപാടുകളോട് എതിർ നിലപാടുണ്ട്. അദ്ദേഹത്തിന് ചില BJP ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുമായിട്ട് എനിക്ക് എതിർ നിലപാടുകളുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് വ്യക്തിപരമായി ഒന്നും പറയുന്നില്ല. അദ്ദേഹം എന്നെ എത്രത്തോളം കൊച്ചായി കാണുന്നോ അത്രത്തോളം വലുതായിട്ട് ഞാൻ മാത്രമേ ശിവൻകുട്ടി സാഹബിനെ കാണത്തുള്ളൂ. വ്യക്തികളല്ല, മുന്നണിയാണ്, പാർട്ടിയാണ്, നിലപാടാണ്. അതിൽ UDF വിജയിക്കും. ഇത്തവണ ശക്തനായ എതിരാളി ആരായിട്ടാണ്? അത് ഞാൻ പറയട്ടെ, 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ. ഞാൻ 3-4 ദിവസം കഴിഞ്ഞ് ആരാണ് ശക്തനായിട്ട് എതിരാളി എന്നുള്ളത് പറയാം. വെറുതെ കയറി ഞാൻ പറയുന്നില്ല. പഠിച്ചിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞ് പറയാം. ഏതായാലും വിജയപ്രതീക്ഷ ഉറപ്പ് തന്നെയാണ്. 100% വിജയപ്രതീക്ഷയാണ്. തീർച്ചയായിട്ടും വളരെയധികം നന്ദി. ഏതായാലും ശക്തമായ ഒരു പ്രചാരണമാണ് തുടർന്ന് നടക്കുന്നത്. തിരുവനന്തപുരത്ത് വലിയ രീതിയിലുള്ള ഒരു ആഘോഷത്തോടെയുള്ള ഒരു തെരഞ്ഞെടുപ്പിനുള്ള ഒരു പ്രചാരണം നടക്കുന്നുണ്ട്. ഏതായാലും LDFും UDFും എല്ലാം ശക്തമായി പ്രചാരണം നടത്തുന്നുണ്ട്. BJPയും ഒട്ടും പിന്നിലല്ല എന്നുള്ളത് വളരെയധികം വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും തിരുവനന്തപുരത്തെ നേമം മണ്ഡലത്തിൽ നിന്നും രഞ്ജിത്തിനൊപ്പം വിഷ്ണു കരുണാകരൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.